നിങ്ങളുടെ ചർമ്മത്തിൽ ഏതെങ്കിലും ഒരു പാട് വന്നു കഴിഞ്ഞാൽ അത് മാറ്റുന്നതിന് വേണ്ടി പല പരീക്ഷണങ്ങളും ഓരോ ദിവസവും ചെയ്യാറുണ്ട്. പലരുടെയും ചർമ്മത്തിൽ പലതരം പ്രശ്നങ്ങൾ വന്നിട്ട് ചർമ്മത്തിൻ്റെ സൗന്ദര്യം തന്നെ നഷ്ടപ്പെടുത്തിക്കാറുണ്ട്. ചർമ്മത്തിന് ഏജ് ആവുന്നതിന് മുന്നേ തന്നെ ചർമ്മത്തിൽ ചുളിവ് വീഴുന്നത് പലരിലെയും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ചർമ്മത്തിൻ്റെ സൗന്ദര്യത്തെ മാറ്റി കുറയ്ക്കുന്നതാണ് ചർമ്മത്തിനുണ്ടാകുന്ന പലതരം സ്കിൻ പ്രോബ്ലംസും ഒക്കെ. സ്കിന്നിലുണ്ടാകുന്ന പല പ്രോബ്ലംസിനെയും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അമിതമായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെ ഉപയോഗത്താൽ പലരുടെയും ചർമ്മം തന്നെ നശിച്ചു പോകാറുണ്ട്. പെട്ടെന്ന് തന്നെ ചർമ്മത്തിന് ചുളിവ് വീഴാനുള്ള കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പല മേക്കപ്പിൻ്റെ പ്രോഡക്റ്റിൻ്റെയും കൂടാതെ തന്നെ പല ക്രീമിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ടാണ്. അതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. 60 വയസ്സിലും ചർമ്മത്തിന് ഒരു പ്രശ്നവുമില്ലാതെ ചർമ്മം നല്ല ക്ലീൻ ആയിട്ടും ഗ്ലോ ആയിട്ടും നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം എത്ര ഏജ് ആയാലും ഒരു പാടോ ഒന്നുമില്ലാതെ നിൽക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങളുടെ ചർമ്മത്തിന് നിറക്കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് എത്ര നാൾ ചെന്നാലും നിങ്ങളുടെ ചർമ്മത്തിന് ഒരു പ്രശ്നവും വരാതെയും നിറം കുറയാതെയും നിങ്ങളുടെ ചർമ്മം നല്ല ഗ്ലോ ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം നല്ല പോലെ നിറം വെക്കുന്നതാണ്. ഇത് കണ്ടോ, എൻ്റെ ചർമ്മം കണ്ടോ? ഇതേപോലെ തിളങ്ങുന്ന ഗ്ലാസ് സ്കിൻ നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കും. ഇത് വെറുതെ പറയല്ല, നിങ്ങൾ കുറച്ച് ദിവസം ഈ കാര്യം ചെയ്താൽ മതി. എന്താണെന്നുള്ളത് പറയാം കേട്ടോ. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മത്തിന് ഇപ്പം നിറമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും വിഷമിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം നല്ല പോലെ നിറം വെക്കും. ഇപ്പം എത്ര ഏജ് ആയാലും നിങ്ങളിപ്പോൾ ചെയ്ത് കിട്ടുന്ന ആ ഒരു നിറമൊക്കെ ഉണ്ടല്ലോ, എത്ര ഏജ് ആയാലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ചർമ്മത്തിന് ഒരു പ്രശ്നവും തിളക്കക്കുറവും ഒന്നും വരാതെ നിങ്ങളുടെ ചർമ്മം നല്ലപോലെ ക്ലീനായിട്ടും നല്ലപോലെ ഗ്ലോ ആയിട്ട് നിർത്താനായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ മാറ്റം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും. കാരണം അത്രമാത്രമാണ് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത്. ഞാനിത് വെറുതെ പറയല്ല, നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ചേഞ്ചസ് കിട്ടുള്ളൂ കേട്ടോ. എന്തായാലും നിങ്ങളിത് ചെയ്യണേ കേട്ടോ. ഈ പറയുന്ന പോലെ ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വെറും വാക്ക് പറയുന്നതല്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് കണ്ട് നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. എന്തായാലും നമുക്ക് ആ കാര്യം തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ: ഒരു ബൗള് വേണം, അതിലേക്ക് അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അരമുറി നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നാരങ്ങ നീരിലടങ്ങിയിരിക്കുന്ന പല കണ്ടൻറ്റുകളും നമ്മുടെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാൻ സഹായിക്കുന്നതാണ്. സ്കിന്നിനെ നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും കൂടാതെ തന്നെ സ്കിന്നിനെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ ഞാൻ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണ്. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിൻ ടോൺ വളരെ പെട്ടെന്ന് കൂട്ടാനും സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും സഹായിക്കുന്നതാണ്. അങ്ങനെ കടലമാവിൻ്റെ പൊടി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമ്മുടെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. കോഫി പൗഡർ ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കണം. അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് പച്ചപ്പാലാണ്. പച്ചപ്പാൽ നമ്മൾ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ പച്ചപ്പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഇതേപോലെ കിട്ടും. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ ഹണി ചേർക്കണം. പിന്നെ ഇച്ചിരിയുടെ ലൂസ് ആവണമെങ്കിൽ ഇച്ചിരിയും കൂടി നമുക്ക് ചേർക്കാം. അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി അടുത്തതായിട്ട് ഹണി ചേർത്ത് കൊടുക്കാം. ഹണി നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാനും സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലതുപോലെ ഹണിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഹണിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ റൈസ് പൗഡറും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കുക. മിക്സാക്കി നമ്മുടെ ഫേസിലിടുന്ന പരുവത്തിലും നമ്മുടെ ശരീര ചർമ്മത്തിലിടുന്ന പരുവത്തിലായിട്ട് നമ്മുടെ പാക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എൻ്റെ കൈകളിലിട്ടിട്ടുള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തായാലും എൻ്റെ കൈകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ ഉണങ്ങിയതിന് ശേഷം സ്ക്രബ് ചെയ്തിട്ട് വേണം കൈകളിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാനായിട്ട്. നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങളിതിൽ ട്രൈ ചെയ്യണേ. നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും.
കഴിയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ കണ്ടോ? നല്ലതുപോലെ സ്കിന്നിൽ നിന്ന് ഡെഡ് സ്കിന്നെല്ലാം നല്ലതുപോലെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. കിടിലനൊരു സംഭവം തന്നെയാണ് കേട്ടോ. കണ്ടല്ലോ, മാറ്റം കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്ക്. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ മാറ്റം കണ്ട് നിങ്ങൾ ഞെട്ടും. വെറുതെ പറയുന്ന കാര്യമല്ല, ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ കാണിച്ചല്ലോ. ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തിട്ട് വന്നിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ. ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.